ഹായ്, ഇറ്റ്സ് മീ ശ്രുതി രജീഷ്. ഇന്ന് എങ്ങോട്ടാണ് ഞങ്ങൾ പോണേന്നല്ലേ? ഇന്ന് അച്ചുവിൻ്റെ സ്കൂളിൽ PTM ആണ്. അപ്പം രാവിലെ തന്നെ വീട്ടിലെ ജോലിയൊക്കെ ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. PTMൻ്റെ സമയം 9 മണി മുതൽ 10:30 വരെ ആയതിനാലും അച്ചൂസിൻ്റെ സ്കൂള് ഒരു 10-25 കിലോമീറ്റർ ദൂരമുള്ളത് കൊണ്ടും ഞങ്ങളൊരു 8:30 ആകുമ്പം തന്നെ ഇറങ്ങി. ഇവിടുന്ന് ആക്റ്റീവയിൽ പോകാമെന്ന് വിചാരിച്ച ഞങ്ങളെ മഴ ചതിച്ചാശാനെ. അപ്പം എന്താ വഴി? വല്ല കാറ് കിട്ടുമോയെന്ന് ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ റെൻ്റേ കാറ് കിട്ടുമോയെന്ന് അന്വേഷിക്കുന്ന രജിഷേട്ടനെയാണ് കേട്ടോ എൻ്റെ ബാക്കിൽ കാണണേ. അങ്ങനെ ലാസ്റ്റ് ടൈം ഒരു 9:45 നമുക്ക് കാറ് കിട്ടും കേട്ടോ. ഇന്നോവയാണ്. ഞങ്ങൾക്ക് ഇത്ര വലിയ കാറിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇതേ കിട്ടാനുള്ളതായിരുന്നു. ഇവിടുന്ന് ബസ്സിന് പോകുന്നത് പോസിബിൾ ആണെങ്കിലും 2-3 ബസ് മാറിക്കരണം. വേറെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ്സിൻ്റെ ബോർഡെല്ലാം പഞ്ചാബിയിലാണ് എഴുതിയിരിക്കണേ. ഹിന്ദിയിലാണെങ്കിലും എങ്ങനെയെങ്കിലും വായിച്ചു പോകാമായിരുന്നു. പഞ്ചാബിലാകുമ്പോൾ എങ്ങനെ വായിക്കാനല്ലേ? കുറച്ച് ദിവസത്തെ അടുപ്പിച്ചുള്ള മഴ കാരണം നമ്മളെ ബ്യാസ് നദിയൊക്കെ നിറയാൻ തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ഒരു ടോൾ ബൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു 10-15 മിനിറ്റിലധികം നമുക്ക് സമയം പോയി. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ചതാണ്. അപ്പോൾ എന്താ, ഞാൻ ക്യാമറ ഓണാക്കുന്ന കണ്ടപാട് അയാൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് എല്ലാവരെയും വേഗം കടത്തിവിടാൻ തുടങ്ങി. എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. നമ്മൾ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവണേ. മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഈ പഞ്ചാബിലെ റോഡിലെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും നല്ല വൈബായത്. അങ്ങനെ ആ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ സ്കൂളിൽ എത്താറായി കേട്ടോ. നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ തോന്നുന്നില്ലേ? എനിക്ക് ഈ ഏരിയ എത്തുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ നാട് പോലെ തോന്നും. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇതാണ് കേട്ടോ അച്ചൂസിൻ്റെ സ്കൂള്. അച്ചൂസിൻ്റെ സ്കൂളിൻ്റെ മുകളിൽ ഒരു മയിലിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇത് ഭംഗിയല്ലേ? അതിൻ്റെ തൊട്ടപ്പുറത്ത് പീലി വിരിച്ചിട്ട് ഒരു മയിലും ഉണ്ടായിരുന്നു. PTMന് പോയാൽ ഈ ഒരു കോംപ്ലക്സ് കയറി എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അച്ചൂസിന് സമാധാനമാവില്ല കേട്ടോ. ഇവിടുത്തെ പഞ്ചാബി കുട്ടികൾ ഒരു സേഫ്റ്റിയും ഇല്ലാതെയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഈ കപ്പൂർത്തലയിലെ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സീ ഫിഷ് കിട്ടും കേട്ടോ. അത് ഉണ്ടോയെന്ന് അറിയാനുള്ള പോക്കാണിത്. പക്ഷെ ഇല്ലായിരുന്നു ഗൈസ്. അപ്പം എന്താ, കുറച്ച് പച്ചക്കറി അങ്ങ് വാങ്ങിക്കാമെന്ന് കരുതി. ഇവിടുത്തെ പച്ചക്കറി കടിയെല്ലാം ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും. പക്ഷെ എന്താ, നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും. പക്ഷേ പച്ചക്കറികൾക്ക് എനിക്ക് തോന്നുന്നത് നാട്ടിലേത്തേനെക്കാട്ടിയും വില ഇവിടെയാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ആ നിൽക്കുന്ന തലക്കെട്ടുകാരനെ ഞാൻ വിചാരിച്ചത് കടയിലൊരാളാണെന്നാണ്. ഞാൻ കുറേ സമയമായി അയാളെടുത്ത ബയ്യ ജിഞ്ചർ ചയ്യേ, ബയ്യ അത് ചയ്യേ എന്നൊക്കെ ഞാൻ പറയണേ. പിന്നെ രജിഷേട്ടൻ പറഞ്ഞേ അയാളും സാധനം വാങ്ങാൻ വന്നതാണെന്ന്. അങ്ങനെ ഞാൻ ചമ്മി നാറി ഗൈസ്. സൈഡിലിരിക്കണ കുഞ്ഞും വിരൽ അച്ചൂസിൻ്റെ ആണ് കേട്ടോ. അവനാണ് എൻ്റെ ക്യാമറാമാൻ ആയത് അവിടെ നിന്ന്. നാട്ടിൽ തേങ്ങക്ക് നല്ല വിലയല്ലേ? ഇവിടെ 3 വർഷമായിട്ട് ഒരേ വിലയാണ്. അത് ചെറിയൊരു തേങ്ങയായാലും വലിയൊരു തേങ്ങയായാലും 60 രൂപയാണ് കേട്ടോ റേറ്റ്. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പം കണ്ടതാണ് കേട്ടോ. സാധാ ഒരു ജീപ്പിനെ മോഡിഫൈ ചെയ്തിട്ട് ആക്കിയതാണത്. എന്താ ടയറല്ലേ? അതൊക്കെ കണ്ടുകൊണ്ട് വന്നേരം ഞങ്ങൾക്ക് ചെറുതായി വിശന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് ബർഗർ സാൻഡ്വിച്ചും കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. വണ്ടികൾ ഏതൊക്കെ രീതിയിലാണ് അവർ മോഡിഫൈ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. ഒരു ട്രാക്ടറാണിത്. അതിൻ്റെ മുകളിൽ ടാങ്കും പൈപ്പും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു കടയാക്കി മാറ്റി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.